ബീവിൻ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ തൃക്കൊടിയേറ്റ് മഹോത്സവം ഇന്ന് 23-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. എറണാകുളത്തിൻ്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് കൊച്ചി കായലിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ് എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഉഗ്രമൂർത്തിയായ ശിവപ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ശിവപ്രതിമയ്ക്ക് കിരാതമൂർത്തിയായും പാർവതി സമേതനായും രണ്ട് ഭാവങ്ങളിലാണ് ഇവിടെ ശിവപ്രതിഷ്ഠയുള്ളത്. ഈ ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവയുമുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ. 7 ആനപ്പുറത്തുള്ള ഗംഭീരമായ ഒരു ശീവേലി എഴുന്നള്ളത്ത് തന്നെയാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ശീവേലിയോടനുബന്ധിച്ച് തന്നെ ഗംഭീരമായ ഒരു ചെണ്ടമേളം കൂടി അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഗംഭീരമായ ഒരു നാരായണീയ പാരായണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം വാസ്തവത്തിൽ 3 ക്ഷേത്രങ്ങളടങ്ങിയ ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ശിവക്ഷേത്രത്തിന് സമീപമായിട്ട് തന്നെ കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രവും അതുപോലെ തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. വ്യത്യസ്തമായ 3 ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ദക്ഷിണേന്ത്യയിലെ 3 സംസ്കാരങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ ക്ഷേത്ര സമുച്ചയത്തിനുണ്ട്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഹനുമാൻ ക്ഷേത്രം കൂടിയാണ് ഈ എറണാകുളം ശിവക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം.
അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനോടെല്ലാം ചേർന്ന് കിടക്കുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. തമിഴ് ശൈലിയിലുള്ള ആരാധനയും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നവഗ്രഹ പൂജയുമാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ളത്. എറണാകുളം ശിവക്ഷേത്രത്തിലെ മകരമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി വരുന്ന 8 ദിവസത്തെ കൊടിയേറ്റ് മഹോത്സവം, കുംഭമാസത്തിലെ ശിവരാത്രി നാളും അതേപോലെ ധനുമാസത്തിൽ തിരുവാതിര എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.